ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലു ഫാമിലി ഇൻ മോൾഡീവ്സിൻ്റെ വീഡിയോസൊക്കെ കുറേ നാളായിട്ടിട്ട് കൺസിസ്റ്റൻസി ഇല്ലായ്മ ഒരു കുറ്റമാണെന്നറിയാം. എങ്കിലും തിരക്കുകൾ മൂലം വീഡിയോസ് ഇടാൻ പറ്റാതെ പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത്. വൈകുന്നേരം നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് സൂര്യൻ അടിപൊളിയായിട്ട് ചിരിച്ചൊക്കെ നിൽപ്പുണ്ട്. ഹാർബറിൽ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പിള്ളേർ ബോട്ടിൻ്റെ മിള്ളിൽ നിന്ന് എടുത്തു വെച്ച് ചാടുന്നു. ഈ വീഡിയോ കുറച്ച് ക്ലിയർ അല്ലാത്തത് ആ കുട്ടികളുടെ മുഖം വ്യക്തമായിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. കാരണം ഇവിടുത്തെ പേരൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, നമ്മളിവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയല്ലേ, മോൾഡീവ്സിൽ ചില ഐലൻഡ്സിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പേരൻസിന് അവരുടെ കുട്ടികളുടെ മുഖം കാണിക്കുന്ന ഇഷ്ടമല്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ ആസിക്കുട്ടിന് ഇവർ ചാടുന്ന കണ്ടപ്പോഴത്തേക്കും വെള്ളത്തിൽ ഇപ്പം ചാടണമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ കുറേ നേരം പിടിച്ചു നിർത്തി യാസ്കിയ വോളിബോൾ കളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവനെ ഒന്ന് ഇറക്കിയത്. അപ്പോഴത്തേക്കും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന വലിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. നൗഫലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് സേഫാണ്. കാരണം വലിയ പിള്ളേരോട് നീന്തുന്ന പോലെ അല്ല കൊച്ചു പിള്ളേരോട്. അവർ ചാടി എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവൻ നിന്ന് ചോദിക്കുന്നുണ്ട് ചാടിക്കോട്ടെ എന്ന്. വാപ്പിയുടെ പെർമിഷൻ കിട്ടി ആദ്യം ചാടി നീന്തി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നോട് ചോദിക്കുന്നത് ചാടട്ടെ എന്ന്. നേരത്തെ തന്നെ ഇവർ സ്കൂളിൻ്റെ ഒരു സ്വിമ്മിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഈ ഹാർബറിൽ കൂടി തന്നെ 50 മീറ്റർ നീന്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഐഷക്കുട്ടി ആസിക്കുട്ടിനും നീന്തുന്ന കാര്യത്തിൽ എനിക്കൊരു ടെൻഷനില്ല. രണ്ടുപേർക്കും നീന്താൻ അറിയാം. എനിക്കാണ് കുറച്ച് പേടി, വെള്ളത്തിൽ വീണാൽ താന്നു പോകുമോ, കാല് മുട്ടുമോ എന്നൊക്കെയുള്ള പേടി. അവർക്കൊരു പേടിയില്ല. എന്തായാലും അവിടെ നിന്ന് സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് രാത്രി നമുക്കൊരു സുന്നത്ത് കല്യാണത്തിന് പോകണമായിരുന്നു. എൻ്റെ നാട്ടിൽ ഇതിന് മാർക്കം എന്നാണ് പറയുന്നത്. അവിടെ ഇതുപോലെ അലങ്കരിക്കലും പരിപാടിയൊന്നുമില്ല. മാർക്കം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു കേൾക്കാം. പക്ഷേ ഇവിടെ ഇപ്പോഴും ഇത് വലിയ ആഘോഷവും പരിപാടികളും ഒക്കെ തന്നെയാണ്. ഒരാഴ്ച ഇവരുടെ വീട്ടിൽ ഗംഭീര പരിപാടിയാണ്. നമ്മൾ ചെന്നപ്പോൾ പരിപാടി കഴിഞ്ഞു. അതുകൊണ്ട് അവരവരുടെ ഷോർട്ടീറ്റ്സൊക്കെ നമുക്ക് തന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 8-9 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഹാർബറിൽ വന്നിരിക്കുക. വെക്കേഷൻ ആയില്ലേ, 2 ആഴ്ചത്തെ ടേം ബ്രേക്ക് ആണ്. എങ്ങനെയെങ്കിലുമൊക്കെ സമയം പോകണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ചൂണ്ടയിടുന്നു. അങ്ങനത്തെ രണ്ടാൾക്കും ചൂണ്ടയിടണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് ചൂണ്ടയിട്ടുകൊണ്ട് നടക്കുകയാണ്. അവർ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് ഈ ഹാർബറിൽ നിന്ന് ഒരൊറ്റ മീനെ പോലും കിട്ടിയില്ല. അതേ പ്രൊട്ടക്ഷന് കൂടെ വാപ്പിയും നടപ്പുണ്ട്. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഹാർബറിലല്ല. എല്ലാവരും വീട്ടിൽ പോയി കിടന്ന് ഉറക്കമായി. ഇവിടെ 2 എണ്ണവും ഇപ്പം ഇവിടെ മീൻ കിട്ടും, ഇപ്പം അടുത്തടുത്ത് മീൻ കിട്ടും എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹാർബറിന് കാവലായിട്ട് ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നെങ്കിലും ഒരൊറ്റ മീനെ പോലും കിട്ടിയില്ല. അങ്ങനെ 2 എണ്ണവും ഒരു മീനെ പോലും കിട്ടാത്ത സങ്കടത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ. മാലിദ്വീപിൻ്റെ കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.